എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. 2026 ജൂലൈ മാസം 27 മുതൽ 2026 ഡിസംബർ 11 വരെയുള്ള ശനിയുടെ വക്രത്തിലേക്കുള്ള സഞ്ചാരത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ജ്യോതിഷം പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ശനി ഇപ്പോൾ നിൽക്കുന്നത് മീനം രാശിയിലാണെന്നും മീനം രാശിയിലുള്ള രേവതി നക്ഷത്രത്തിന്റെ 2ാം പാദത്തിലാണ് നിൽക്കുന്നത് എന്നും മനസ്സിലാക്കാം. വക്രം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ നിന്നും ശനി ഗ്രഹത്തെ വീക്ഷിക്കുമ്പോൾ അത് ഇത്ര കാലത്തേക്ക് പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ശനിയുടെ വക്ര ഗതി എന്ന് പറയുന്നത്. ഈ വക്രത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിന്റെ പവർ വർദ്ധിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ഒരു വില്ലിൽ നിന്നും നമ്മളൊരു അമ്പ് എയ്യുമ്പോൾ അത്രത്തോളം ഒരു പവർ വരുന്ന പോലെ ഒരു പിന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ശക്തി വർദ്ധിക്കുന്നതിന് കാരണമായി വരും. ശനി എന്ന് പറയുന്നത് ഈശ്വരനാണെന്നും മംഗള ഗ്രഹമാണെന്നും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് ഫലസിദ്ധികൾ തരുന്ന ഗ്രഹമാണെന്നും ന്യായാധിപനാണെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ഈ ജന്മത്തിലെയും പൂർവ്വജന്മത്തിലെയും ഒക്കെയുള്ള കർമ്മഫലങ്ങൾ നമുക്ക് ശുഭാശുഭങ്ങളെ തീരുമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയും. അപ്പം ശനി ദശാകാലം നമുക്കറിയാം 19 വർഷം ഉള്ളതായിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതുകൂടാതെ 7.5 ഖണ്ഡകാല ശനി അല്ലെങ്കിൽ ജന്മശനി എന്ന് പറയുന്നത് 7.5 വർഷം നീണ്ടു നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, ജന്മശനി എന്ന് പറയുന്നത് 24 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വരുന്നതും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 24 വർഷം ജന്മശനി കഴിയുന്ന ഇപ്പം മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി അവിടുന്ന് പോയി മേടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ 24 വർഷത്തോളം ആകും തിരിച്ച് മീനൻ രാശിയിൽ വരാനായിട്ട്. അപ്പൊ ജന്മശനി പൂരുരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്കാണ് ഇപ്പൊ നിലവിൽ എന്തുള്ളത്, ജന്മശനി ഉള്ളത്. ആ ജന്മശനി കാലം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണെന്ന് പറയും. അവരുടെ ജീവിതത്തിലെ ഇത്രയും കാലഘട്ടത്തിലുള്ള എല്ലാവിധത്തിലുള്ള ശുഭ അശുഭ കർമ്മങ്ങളുടെയും ഒരു കണക്കൂട്ടലുകളെല്ലാം കഴിഞ്ഞ് അവർക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നത് പോലെ നമ്മൾ കണക്കുകൂട്ടണം. അപ്പോൾ ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പ്രകാരം ഏറ്റവും അനുകൂലമായിട്ട് വരുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ്, ഒരു സമ്മിശ്ര ഫലസ്ഥിതി വരുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ്, കുറച്ച് പ്രതികൂലം വരുന്നത് ആരൊക്കെയാണ്, ഇത്രയും വരുന്ന ഒരു എന്തായാലും ഏത് ഗ്രഹത്തിന്റെയും രാശി മാറ്റം അല്ലെങ്കിൽ രാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് മാറുന്നത്, മൗഢ്യം ഉണ്ടാകുന്നത് ഓരോരുത്തരെയും ഓരോ വിധത്തിലായിരിക്കും ബാധിക്കുന്നത്. ഏറ്റവും അനുകൂലമായിട്ട് ശനിയുടെ വക്രത്തിലേക്കുള്ള ഈ മാറ്റം ജൂലൈ 27 മുതൽ ഡിസംബർ മാസം 11 വരെയുള്ള വെറും ചുരുങ്ങിയ കാലഘട്ടത്തിലെ ഈ ശനിയുടെ ഒരു വക്രഗതിയിലേക്കുള്ള ഒരു മാറ്റം വരുന്നത് ഏറ്റവും അനുകൂലമായിട്ട് സ്വാധീനിക്കുന്ന നക്ഷത്രങ്ങളിൽ നിങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അശ്വതി, ഭരണി, കാർത്തിക, മകം, ഉത്തരം, ചോതി, വിശാഖം, അനിഴം, പൂരുരുട്ടാതി ഇത്രയും നക്ഷത്രക്കാരാണ് ഏറ്റവും അനുകൂലമായിട്ട്. നമ്മൾ ആദ്യം തന്നെ ഉള്ള കാര്യം പറയുകയാണ്. അപ്പൊ ഇത്രയും നക്ഷത്രക്കാരിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കുക. ഈ വീഡിയോ റെക്കോർഡിക്കൽ വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി കാണാം എന്നുള്ളതിനാൽ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലം വരുന്ന നക്ഷത്രക്കാരാണ് അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുള്ളത്. രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, അത്തം, ചിത്തിര, തൃക്കേട്ട, ഉത്തരട്ടാതി, രേവതി ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം. ഇത്രയും നക്ഷത്രക്കാർക്ക് ഒരു അനുകൂല ഫലം. അശ്വതി, ഭരണി, കാർത്തിക, മകം, ഉത്തരം, ചോതി, വിശാഖം, അനിഴം, പൂരുട്ടാതി. ഇനി കുറച്ച് ദോഷം വരുന്ന നക്ഷത്രക്കാരോട് എന്തായാലും വരും. അവർ നിങ്ങൾ എന്നോട് പിണങ്ങാതിരിക്കുക. മൂലം, പൂരാട, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രതികൂല അവസ്ഥയും കൂടി കാണുന്നുണ്ട്. അപ്പൊ അനുകൂലം പറഞ്ഞു, ഗുണദോഷ സമ്മിശ്രം പറഞ്ഞു, കുറച്ച് പ്രതികൂല നക്ഷത്രം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ശനിയുടെ വക്രത്തിലേക്ക് മാറുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ എന്ന് പെട്ടെന്ന് പറയാം. അപ്പം നമുക്ക് നമ്മുടെ പരിശ്രമങ്ങൾക്ക് ഫലം ഉണ്ടാവുക, നമ്മളെ ഒരു അച്ചടക്കം പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അതിലോട്ട് വരുത്തുന്ന ഒരു ഗ്രഹമാണെന്ന് വേണമെങ്കിൽ നിശ്ചയമായിട്ടും പറയാവുന്ന ഒരു ഗ്രഹമാണ് ശനി. നിങ്ങൾ എത്ര വലിയ പ്രശ്നക്കാരാണെങ്കിലും നിങ്ങൾക്ക് ശനി ദശാകാലം അല്ലെങ്കിൽ ശനിയുടെ 7.5 വർഷം നിങ്ങളെ അച്ചടക്കം പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരു പട്ടാളക്കാരന്റെ കൂട്ടുള്ള ഒരു ചിട്ട നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി എന്ന് കൂടെ പറയാം. ഉത്തരവാദിത്ത ബോധം, നീതി, പ്രവൃത്തി ഇതിന്റെ എല്ലാം ആളും കൂടിയാണ് ആര്, ശനി ഗ്രഹം എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഒരു കാരകധർമ്മം നമ്മുടെ ഗ്രന്ഥത്തിൽ പറയുന്നത് നിങ്ങൾ ഇത് കാണിക്കാൻ താണ്ട് ശനിയുടെ കാരകധർമ്മങ്ങൾ എന്ന് പറഞ്ഞ ഒരു ശനി ദശയിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥമുണ്ട്. അപ്പം നമുക്ക് ദുഃഖം ഉണ്ടാകുന്നതിന് കാരണം, നമുക്ക് മരണവാർത്തകൾ കേൾക്കുന്നതിന്റെ കാരണം, പെട്ടെന്ന് വാർദ്ധക്യം ബാധിക്കുക, തടസ്സങ്ങൾ വരിക, വാതരോഗങ്ങൾ ഉണ്ടാവുക,
അതുപോലെ തന്നെ കൃഷി, ബന്ധനം, അധാർമിക പ്രവൃത്തികൾ, നീചപ്രവൃത്തികൾ, അപകടങ്ങൾ, മദ്യപാനം, മോഷണം, ആലസ്യം, മടി, ഭൃത്യൻ, അത്യധ്വാനം, അമിതകോപം, കടബാധ്യത, വിശ്വാസവഞ്ചന, ഏകാന്തവാസം, ജയിൽവാസം, മരണാനന്തര ചടങ്ങുകൾ, കറുപ്പുനിറം, ആയുഷ്, ആയുർഭയം, വൃദ്ധ സ്ത്രീകളിൽ ആസക്തി, ക്ലേശങ്ങൾ, അപമാനം, അപവാദം, നീചസ്ഥലങ്ങൾ, ദാരിദ്ര്യം, കഴുത, പോത്ത്, എരുമ, തണുപ്പ്, ആപത്തുള്ള സ്ഥലങ്ങൾ, എള്ള്, തലമുടി, ജരാനരകൾ, ജയിൽ, ചോരന്മാർ, സാഹസിക പ്രവൃത്തികൾ, തരംതാണ പ്രവൃത്തികൾ, എണ്ണ, തമോ ഗുണം, പല്ല്, നീച ജനസഹവാസം, പാപപ്രവൃത്തികൾ, അധപ്പതനം, ദുരാചാരങ്ങൾ, സേവകത്വം, സ്വാർത്ഥത, ശ്മശാനം, മാറാരോഗങ്ങൾ, അവിഹിത വേഴ്ചകൾ, ശിക്ഷാ നടപടികൾ, ശിവഭജനം, ശാസ്താഭജനം, ചാത്തൻ സേവ, ക്ഷുദ്രം, പരാജയം, ഭൂമി ലാഭം, ഗ്രാമം തുടങ്ങിയവയുടെ ആധിപത്യം, ഭാഗ്യദോഷം, മാന്ദ്യം, നീലവസ്ത്രം അല്ലെങ്കിൽ നീല നിറം, ഇന്ദ്രനീലം, ഖനി, കിഴങ്ങുകൾ, ഇരുമ്പ്, ഈയം എന്നിവയുടെ കാരഗ്രഹം കൂടിയാണ് ശനി. ഇത്രയും കാര്യങ്ങൾ ഗ്രന്ഥത്തിലുള്ളതാണ്. നിങ്ങൾ എവിടെ തപ്പിയാലും ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ ശേഷം നമുക്ക് ഇവരുടെ എല്ലാം ഫലസിദ്ധി പെട്ടെന്ന് പറയാൻ പോകുന്നു. ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുണദോഷ സമ്മിശ്രത്തിൽ ഏറ്റവും അനുകൂലമായിട്ട് വരുന്ന ഇത്രയും പേരാണ് നമുക്ക് ജ്യോതിശാസ്ത്ര പ്രകാരം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഫലസിദ്ധി പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പോകുന്നു. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നേരത്തെ ഒരു ഓർഡറിൽ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് മീനം രാശിയിലുള്ള ഉരുട്ടാതികാല ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇവിടെ ഉള്ളത്, മീനൻ രാശിയിലുള്ളത്. മീനൻ രാശിയിൽ രേവതി 2-ാം പാദത്തിലാണ് ആര് സഞ്ചരിക്കുന്നത്? ശനി സഞ്ചരിക്കുന്നത്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പൊ പൂരുട്ടാതി കാലുകാർക്ക് എന്തുണ്ട്? ജന്മശനിയുടെ ആ വിഷയം വരുന്നില്ല. അവർക്ക് 7.5 കണ്ടകാല ശനിയുടെ ഒരു കണ്ടകശനി 7 കണ്ടകാല ശനിയുള്ളൂ, ജന്മശനി ഇല്ല. ജന്മശനി ഇപ്പോൾ ഉള്ളത് രേവതി നക്ഷത്രക്കാർക്കാണ്. അത് കഴിഞ്ഞാൽ രേവതി 3-ാം പാദത്തിലേക്കും 4-ാം പാദത്തിലേക്കും കടന്ന ശേഷം ശനി എങ്ങോട്ട് മാറും? ഒരു വർഷം 1.5 വർഷം കൂടെ കഴിയുമ്പോൾ അതിന്റെ കണക്ക് കൃത്യമായിട്ട് കൂട്ടിയിട്ട് മേടൻ രാശിയിലേക്ക് ശനി രാശി മാറും. മേടത്തിലേക്ക് 2.5 വർഷം, പിന്നെ 2.5 വർഷം ഇടവൻ, 2.5 വർഷം മിഥുനൻ, 2.5 വർഷം കർക്കിടകം, ഇങ്ങനെ ചിങ്ങം, കന്നി, ഇങ്ങനെ പോകുന്ന ശനി നേരെ കറങ്ങി ഇവിടെ വരാൻ നമുക്ക് 24 വർഷം കൂടി കഴിയും. ഇപ്പോൾ ആ വിഷയമല്ല. ഇപ്പം മേടൻ രാശിക്കാർക്ക് ഏതൊക്കെ ഫലമാണെന്ന് പറയാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ നമുക്ക് ആദ്യം മീനൻ രാശിയിലാണല്ലോ ഇപ്പം നിൽക്കുന്നത്. അപ്പം മീനൻ രാശിയിലെ ഒരു ഫലസിദ്ധി പറയാം. മീനൻ രാശിയിൽ വരുന്ന രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ വന്നിരുന്ന വേറെ ആരൊക്കെയാണ്? ഉത്തരട്ടാതി, രേവതി, പൂരുരുട്ടാതി കാലം, ഉത്തരട്ടാതി, രേവതി. അപ്പൊ ഇത്രയും പേരാണ് ഇവിടെ വരുന്നത്. അതിൽ പൂരുരുട്ടാതിക്ക് അനുകൂല ഗുണമായിട്ട് അവിടെ കാണിക്കുന്നതാണ് പൂരുരുട്ടാതി. കണ്ടോ, അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഏറ്റവും അനുകൂലമായിട്ട് വരുന്നതിൽ വരുന്ന ഒരാളാണ് പൂരുരുട്ടാതി. രണ്ടാമത് ഗുണദോഷ സമ്മിശ്രമായിട്ട് വരുന്നവരാണ് ഉത്തരട്ടാതിയും രേവതിയും. അത് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഈ ഒരു കാര്യം ശനിയുടെ വക്രഗതിയിലേക്ക് മാറുന്ന ആ ഒരു ഫലസിദ്ധി കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് പറഞ്ഞിരിക്കുന്നത് വക്രഗതി ജീവിത ലക്ഷ്യം പുനഃക്രമിക്കാനുള്ള ഒരു സമയമായിരിക്കും, പുനഃക്രമീകരിക്കാനുള്ള ഒരു സമയമായിരിക്കും. അപ്പം ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും അവസരങ്ങളും വന്നു ചേരുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർന്ന നേട്ടങ്ങൾ വന്നു ചേരുകയും അതുപോലെ തന്നെ വിദേശത്ത് അതുപോലുള്ള ജോലികൾക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മീന രാശിക്കാർക്ക് പൂരുട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് എന്തുണ്ടാകുന്നു? അനുകൂല ഫലസിദ്ധി വന്നു ചേരുന്നു എന്നും അതുകൂടാതെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഇവിടെ പറയുന്നില്ല. വ്യാഴം ഇവിടെ ഉണ്ട്. മീനത്തിലേക്ക് നോക്കുന്ന ഒരു ഫലം വരുന്നതിനാൽ അതിൽ വരുന്ന പൂരുരുട്ടാതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗുണവും ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലസിദ്ധികൾ വരുന്നതായിട്ടും ജ്യോതിശാസ്ത്ര ഫലം നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ഇപ്രകാരങ്ങളെ കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെന്നും കലാകായിക രംഗത്തുള്ളവർക്ക് പ്രയോജനങ്ങൾ വർദ്ധിക്കുമെന്നും അംഗീകാരങ്ങൾ ലഭിക്കുമെന്നും സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകുമെന്നും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കും, സമാധാനം ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുകയും ആരോഗ്യം ശ്രദ്ധിക്കുക വേണമെന്നും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത ശൈലി പിന്തുടരുന്നത് ഗുണകരമായിരിക്കും എന്നാണ് മീനക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്. ശാസ്താവിന്, ശിവന്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക്, അല്ലെങ്കിൽ ഗണപതി ഭഗവാന് എള്ളെണ്ണ സമർപ്പിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥന ചെയ്യുക, നീരാഞ്ജനം വിളക്ക് നടത്തുക, ഹനുമാൻ സ്വാമി പൂജയെ മഹാവിഷ്ണു ഭജന ചെയ്യുക എന്നുള്ളതാണ് ഫലസിദ്ധി. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് അശ്വതി ഭരണി കാർത്തിക കാല് വരുന്ന ആരൊക്കെയാ വരുന്നത്? അശ്വതി ഭരണി, അശ്വതി ഭരണി കാർത്തിക ഇവിടെ വരുന്നുണ്ട്. അവർ 3 പേര്.
അശ്വതി ഭരണി കാർത്തിക കാലും കാർത്തിക മുക്കാലും ഇതാ ഇവിടെയും വരും. അപ്പം ഇവർക്കും എന്തുണ്ട്, ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലസിദ്ധിയാണ് ജ്യോതിശാസ്ത്ര പ്രകാരം കാണുന്നത്. അപ്പം ഈ പ്രകാരം കൊണ്ട് ശനി നിങ്ങൾക്ക് എവിടെ നിൽക്കുന്നു? നിങ്ങൾക്ക് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൂടാതെ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് ലാഭത്തിന്റെ അധിപൻ, കർമ്മത്തിന്റെ അധിപനും ലാഭത്തിന്റെ അധിപനും കൂടിയാണ് ആര്? ശനി. ഒരിക്കലും ഇത് മാറാൻ പോകുന്നില്ല. മേടക്കൂറുകാര് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അശ്വതി ഭരണി കാർത്തികകാലം എഴുതി വെക്കുക, എന്റെ കർമ്മത്തിന്റെ, കർമ്മം എന്ന് വെച്ചാൽ എന്താ? പ്രവൃത്തികൾ, തൊഴില്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാലഗ്രഹം ആരാണ്? ശനിയാണ്. ആ ശനിയെ നമ്മൾ എപ്പോഴും പ്രീതിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് കർമ്മ പുരോഗതി വന്നു ചേരും. അപ്പോ നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കർമ്മത്തിന്റെയും ലാഭത്തിന്റെയും അധിപൻ, ലാഭം എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് ഭൂമി സംബന്ധമായിട്ട്, ഇതിന് അതിനെക്കുറിച്ച് ഒരുപാട് പറയണ്ട. ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ലാഭം കിട്ടണമെങ്കിൽ എന്ത് നടത്തണം? ലാഭമുള്ള കച്ചവടങ്ങൾ നടക്കണം. ഒരു ഭൂമി വാങ്ങിയ ഒരാൾ ഭൂമിയിൽ നിന്ന് എന്തിട്ടുണ്ടാകണം? ലാഭം ഉണ്ടായെങ്കിൽ മാത്രമേ വിൽക്കുന്ന ഒരു കാര്യം നടക്കത്തുള്ളൂ. ഒരു ബിൽഡിങ് വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ഒരു 50 ലക്ഷം രൂപയുടെ ബിൽഡിങ്ങിന് കരാറിൽ ഏർപ്പെടുകയാണ്. എങ്ങനെ സംഭവിക്കും എന്നുള്ളത് തീർന്നു കഴിയുമ്പോഴേ അറിയാനൊക്കെ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. അപ്പോൾ ലാഭം ഉണ്ടായില്ലേ എന്ത് സംഭവിക്കും? ഇത്രയും കാലം ഇയാൾ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടതെല്ലാം എന്തായി? വല്ല വീട്ടുകാർക്കും വീട് വെച്ച് കൊടുക്കേണ്ട അവസ്ഥ വരും. എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുക. ലാഭം വന്നാലോ അത് കൊള്ളാം. മിനിമം ലാഭം വന്നില്ലെങ്കിൽ എന്ത് പറ്റും? അതുപോലെ നിങ്ങൾ ഏതൊരു കാര്യം, ഒരു ഷെയർ മാർക്കറ്റ് ആയാലും ഏതൊരു കാര്യമായാലും നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അപ്പോ ലാഭത്തിന്റെ അധിപനും കർമ്മത്തിന്റെ അധിപനുമായ മേടക്കൂറുകാരുടെ ശനി എവിടെ നിൽക്കുന്നു? 12ൽ നിൽക്കുകയാണ്. 12 എന്താണ്? പുറകുവശം, നഷ്ടസ്ഥാനമാണ്, നാശസ്ഥാനമാണ്, വിദേശ സ്ഥാനമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വിദേശപരമായിട്ടുള്ള ഒരു ഗുണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മാറ്റം അവിടെ വന്നു ചേരും. അതുകൂടാതെ തന്നെ നമുക്ക് നഷ്ടത്തിന്റെയും നാശത്തിന്റെ അധിപനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശനിയുടെ വക്രഗതികാലം കഠിനാധ്വാനത്തിന് യഥാർത്ഥ ഫലം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കാര്യമായിട്ട് കാണുന്നുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുകയും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളും വന്നു ചേരുമെന്നും മേടക്കൂറുകാർക്ക് വരുന്നു. അശ്വതി ഭരണി കാർത്തിക മുക്കാല് മൊത്തമുള്ള കാർത്തിക വരെയുള്ളവർക്ക്, അശ്വതി ഭരണി കാർത്തിക വരെയുള്ളവരുടെ ഫലമാണ് പറയുന്നത്. ബിസിനസ്സുകാർ നിക്ഷേപങ്ങളിൽ വളരെയധികം സൂക്ഷ്മത പാലിക്കണം. കാരണം എന്താ? 12ാം ഭാവം നഷ്ടസ്ഥാനത്തിന്റെ സാധ്യതയുള്ള ഗ്രഹമാണ് വക്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആലോചിക്കാതെ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ക്ഷമ പാലിച്ചാൽ വളരെയധികം പരിഹരിക്കപ്പെടുമെന്നും പൊതുവെ ആരോഗ്യം നല്ലതായിരിക്കുമെങ്കിലും ഉറക്കക്കുറവ് കാര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും അത് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് അത് മാറ്റം വരുത്തണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ജാതകപ്രകാരം ശനി 12ൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക എന്നുള്ള വഴിപാടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ഇടവക്കൂറുകാരിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തികയുടെ പറഞ്ഞു, കാർത്തിക മുക്കാൽ, രോഹിണി മകേരത്തര അവരിവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. കാരണം ഈ കാണുന്ന രോഹിണി ഇതിനകത്ത് വരുന്നില്ല. അവർ വരുന്ന എവിടെയാണ്? രോഹിണിയും മകേരവും വരുന്നത് ഇവിടെയാണ്. ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് ആർക്ക് പറയുന്നത്? ഇതിൽ വരുന്ന രോഹിണിക്കും ഈ ഇടവത്തിൽ വരുന്ന മകേരവും കൂടെ രണ്ടിടത്തൂടെ മാറിയാ വരുന്നത്. കാർത്തിക ഇവിടെയായിട്ട് വരും. അപ്പം കാർത്തിക മുക്കാല് രോഹിണിയും മകേരത്തിന്റെ അരയും വരുന്ന ഇവര് കാർത്തിക മുക്കാല് രോഹിണിയും മകേരത്തിന്റെ അര ഇത്രയും വരുന്ന നക്ഷത്രക്കാരാണ് ഇതിൽ രണ്ടിലും വരുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് ശനി ആരാണ്? നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശനി നമ്മുടെ യോഗകാരകൻ. ഒരു പേപ്പറിൽ എഴുതി വെക്കുക, ശനി നമ്മുടെ യോഗത്തിന്റെ കാരകൻ. എല്ലാ യോഗങ്ങളും, യോഗങ്ങളെ കുറിച്ച് പറയാൻ പോയാൽ ഒരുപാട് സമയമെടുക്കും. രാജയോഗം, അനഭായോഗം, പിന്നെ ഗജകേശരി യോഗം എന്നൊക്കെ പറഞ്ഞ യോഗങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ യോഗങ്ങളുടെ എല്ലാം ഒരു കാരക ഗ്രഹം കൂടിയാണ് ആര്? ശനി. ശനി നിങ്ങൾക്ക് ഇപ്പൊ എവിടെ നിൽക്കുന്നത്? ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. ലാഭം ഉണ്ടാകുന്ന സ്ഥാനത്ത് യോഗകാരകൻ നിൽക്കുന്ന ഒരു നല്ല സമയമാണ് ശനിയെ കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ. കണ്ടകശനിയോ ഏഴരണ്ടകാല ശനിയോ ജന്മശനിയോ ഇല്ല. അപ്പോ ഈ കാലഘട്ടം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ടെന്നും പഴയ കടങ്ങൾ വീട്ടാനുള്ള വഴി തെളിഞ്ഞു വരും. അതിനുള്ള ഒരു വഴി നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. വസ്തു വിറ്റായാലോ സ്വർണം കൊടുത്തായാലോ ആരെങ്കിലും സഹായിച്ചാലോ ഏതെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് ഈ ഒരു ഡിസംബർ വരെയുള്ള സമയം അനുകൂലമായിട്ട് പറയുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തുറക്കാനുള്ള സാധ്യത വളരെയധികം ഉത്തമമായിട്ട് കാണുന്നുണ്ട്. വിദേശയാത്രയോ ദീർഘയാത്രയോ തൊഴിൽ സംബന്ധമായിട്ട് ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാർത്തകൾ വന്നു ചേരുമെന്നും കുടുംബത്തിൽ സന്തോഷകരമായ ചടങ്ങുകൾ നടക്കുമെന്നും ആരോഗ്യകാര്യത്തിലും ഭക്ഷണക്രമം വേണ്ട രീതിയിൽ പരിപാലിക്കണമെന്നും പറയുന്നുണ്ട് ഇടവക്കൂറുകാർക്ക്. ഇടവക്കൂറുകാരുടെ യോഗകാരകനാണ് ശനി എന്നുള്ളതിനാൽ
ശനി പ്രീതികരമായിട്ട് എള്ളുപായസം നിവേദ്യം ശാസ്താവിന് സമർപ്പിച്ച് കരിക്കുകൊണ്ട് പാലുകൊണ്ടുള്ള അഭിഷേകങ്ങൾ, ശാസ്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താവിന് മാത്രമല്ല ശൈവ ഗണത്തിൽപ്പെട്ട മൂർത്തികളാണ് ശിവൻ, അതുപോലെ തന്നെ ഗണപതി ഭഗവാന്, അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക്, അയ്യപ്പന്, അങ്ങനെ ആർക്ക് വേണമെങ്കിലും എള്ളുപായസ നിവേദ്യം, അതുപോലെ തന്നെ എള്ളെണ്ണ വിളക്ക്, അതുപോലെ തന്നെ കരിക്കുപാൽ അഭിഷേകങ്ങളൊക്കെ നടത്തിക്കൊണ്ട് നിവേദ്യാദി കർമ്മങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും ഇടവക്കൂറുകാർക്ക്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നു മിഥുനക്കൂറിലേക്കാണ് പോകുന്നത്. മിഥുനക്കൂറിൽ ആരൊക്കെയാണ് നിലവിലുള്ളത്? നേരത്തെ ഇവർ വന്ന മകേരം പറഞ്ഞു, ഇനി ആരാ ഉള്ളത്? മകേരത്തിലെ തിരുവാതിര, പുണർദം. അപ്പൊ തിരുവാതിരയും പുണർദം ഇവിടെ വരുമോ നോക്കാം നമുക്ക്. ഇവിടെ വരുന്നില്ല. നേരെ വിടുന്നു. തിരുവാതിരയും പുണർദവും ഗുണദോഷ സമ്മിശ്രത്തിൽ നിൽക്കുന്നു ശനിയുടെ വക്രഗതി കൊണ്ട്. അപ്പൊ മിഥുനക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി ആത്മപരിശോധനയുടെ സമയമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ആത്മപരിശോധനയും കൂടെ തരുന്നൊരു സമയമായിരിക്കും. ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുമെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ അതിന് ജാഗ്രത പാലിക്കണമെന്നും അമിതമായി വിശ്വസിച്ച് പണം ആർക്കും നൽകരുതെന്നും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠനത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഫലം നേടാൻ കഴിയുമെന്നും ഇന്റർവ്യൂവിൽ വിജയം നേടാൻ സാധിക്കുമെന്നും പുതിയ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ശ്രമിക്കുന്നവർക്ക് അത് നല്ലതാണെന്നും ദേശം വിട്ട് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണെന്നും കുടുംബാംഗങ്ങളുമായി തുറന്ന ആശയവിനിമയം നല്ല ഫലം നൽകുമെന്നും മിഥുനക്കൂറുകാർക്ക് ഫലസിദ്ധി പറയുന്നുണ്ട്. ശനി നിങ്ങളുടെ ആരാണ്? ശനി നിങ്ങളുടെ ജാതകപ്രകാരം അഷ്ടമാധിപനും ഭാഗ്യത്തിന്റെ അധിപനുമാണ്. അഷ്ടമാധിപൻ എന്ന് വെച്ചാൽ എന്താ? ആയുഷിന്റെ അധിപനും ഭാഗ്യത്തിന്റെ അധിപനുമാണ്. എഴുതി വെക്കുക മിഥുനക്കൂറുകാർ. ഇതിനാരും പറഞ്ഞു തരത്തില്ല, എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരണമെന്നില്ല. നിങ്ങൾക്ക് കർമ്മത്തിലാണ് നിൽക്കുന്നത്. കണ്ടകശിനി ഉള്ള സമയമാണ്. അപ്പൊ നീലാഞ്ജന വിളക്ക് കത്തിക്കുക, ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, കുങ്കുമാർച്ചന, എണ്ണ നിവേദ്യം പോലുള്ള വഴിപാടുകൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും എന്നാണ് മിഥുനക്കൂറിന്റെ ഫലം പറയുന്നത്. അടുത്ത ആഴ വരുന്നു കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറുകാർക്ക് ആരാണ് ശനി എന്ന് ആദ്യം നോക്കണം. നിങ്ങൾക്ക് 7ാം ഭാവത്തിന്റെയും അഷ്ടമത്തിന്റെയും അധിപൻ. 7ാം ഭാവം കൊണ്ട് നല്ലതും അഷ്ടമം കൊണ്ട് കുറച്ച് ദോഷവും. എവിടെ നിൽക്കുന്നു? നിലവിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പം കർക്കിടകത്തിൽ ആരൊക്കെയാ വരുന്നത്? നേരത്തെ പറഞ്ഞ പുണർദത്തിന്റെ കാല്, പൂയം, ആയില്യം. പൂയം വരുന്നുണ്ടോ ഇതിനകത്ത്? ഇല്ല. ആയില്യം വരുന്നുണ്ടോ? ഇല്ല. അവരെവിടെ വരുന്നു? പൂയവും ആയില്യവും ഗുണദോഷ സമ്മിശ്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും എന്താണ്? ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും കൂടുതൽ ക്ഷമ ആവശ്യമായി വരുമെന്നും വിവാഹാദി മംഗളകാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകുമെന്നും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുമെങ്കിലും നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു പ്രമോഷൻ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു സാധ്യത വളരെയധികം കാര്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വർക്കുകൾ, ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കുള്ള വർക്കുകൾ തീരാനുണ്ടെങ്കിൽ അത് നടക്കുക. വിസ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവർക്ക് വിസ അപ്ലൈകളൊക്കെ ക്ലിയർ ആയിട്ട് വരിക. സാമ്പത്തികമായി വലിയ നഷ്ടസാധ്യത കാണുന്നില്ലെങ്കിലും അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണെന്നും ആരോഗ്യം പരിപാലിക്കണമെന്നും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കുറച്ച് കണ്ടെത്തണമെന്നും കൂടി കർക്കിടകക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പൊ കർക്കിടകക്കൂറുകാർക്ക് നിലവിൽ ഭാഗ്യസ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യസൂക്ത മന്ത്ര അർച്ചന ശിവക്ഷേത്രത്തിൽ, ശാസ്താക്ഷേത്രത്തിൽ, ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഗണപതിക്ക് ഭാഗ്യസൂക്തം കൊണ്ട് അർച്ചനകൾ ചെയ്ത് നാളികേരം ഉടച്ച് പ്രാർത്ഥനകൾ ചെയ്യുക, മഹാവിഷ്ണു ഭജനം ചെയ്യുക, മഹാവിഷ്ണുവിന് ശ്രീ ലക്ഷ്മി സൂക്ത മന്ത്ര അർച്ചനകളൊക്കെ ചെയ്യുക, ശ്രീ സൂക്ത മന്ത്രം കൊണ്ട് അർച്ചനകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർക്ക് ആരാണ് ശനി? ചിങ്ങക്കൂറുകാർക്ക് 6ാം ഭാവത്തിന്റെയും 7ാം ഭാവത്തിന്റെയും അധിപനാണ് ശനി. ശത്രുഗ്രഹവും രോഗഗ്രഹവും കൂടിയാണ് ശനി. ഭാര്യാഗ്രഹവും ഐശ്വര്യഗ്രഹവും കൂടിയാണ് ശനി. എവിടെ നിൽക്കുന്നു? അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പൊ അഷ്ടമ ശനിയുള്ളവർ ആരൊക്കെയാണ്? മകം, പൂരം, ഉത്തരത്തിന്റെ കാര്യക്കാര്. അവരുടെ ഫസ്റ്റ് ചോയ്സിൽ വരുന്നവരാണ്. മകം അവരുടെ ശനിയാണ് പിടിവിടുന്നതിന്റെ കുറച്ച് ദോഷം വരുന്നുണ്ട്. മകം പിന്നെ വരുന്ന പൂരം, ഉത്തരം. അപ്പൊ പൂരവും ഉത്തരവും നമുക്ക് എവിടെ വരുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. മൂലം, പുരാണം, ചിത്തിര, ജ്യോതി, വിശാഖം, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്തരം. അപ്പൊ അശ്വതി, ഭരണി, കാർത്തിക. അപ്പൊ ഉത്തരം ഇവിടെ വരുന്നുണ്ട്. ഉത്തരം, മകം, പൂരം, ഉത്തര നക്ഷത്രക്കാര്. അപ്പം പൂരം നക്ഷത്രക്കാരുടെ കാര്യം നമ്മൾ എഴുതിയിട്ടില്ല. പൂരം നക്ഷത്രക്കാർ ഇത് എവിടെയാണ് വരേണ്ടത്? പൂരം നക്ഷത്രക്കാർക്ക് കുറച്ച് ദോഷമുണ്ട്. ഇതിൽ ഇത്രയും ദോഷം വരുന്നതിൽ ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു നക്ഷത്രം പൂരം, പുരാണം നമ്മൾ എഴുതിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോ മകം ഇവിടെ വരുന്നുണ്ട്. മകം, പൂരം വരുന്നത് നമുക്ക് ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ ഉത്തരം വരുന്ന നക്ഷത്രവും ഇവിടെയാണ്. അപ്പൊ മക ഉത്തരത്തിനും നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു അനുകൂല ഫലസിദ്ധി വരുന്നുണ്ട്. കുറച്ച് ദോഷം വരുന്നത് പൂരം നക്ഷത്രക്കാർക്കുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അവരുടെ ഫലസിദ്ധി പറയാം. ഈ നേട്ടം, ഈ ശനിയുടെ വക്രഗതി നിങ്ങൾക്ക്
നേട്ടങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കുമെന്നും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുമെന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാനും അതുപോലെ തന്നെ പലവിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുമെന്നും സംസാര ശൈലി നമുക്കൊന്ന് ശ്രദ്ധ വരുത്തണമെന്നും ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ അവസരങ്ങളൊക്കെ വന്നു ചേരുമെന്നും അതുപോലെ തന്നെ നമുക്ക് ഒരു ടീമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു അനുകൂല ഫലസിദ്ധി പറയുന്നു മകം നക്ഷത്രക്കാർക്ക്. നിങ്ങളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, ബിസിനസ്സിൽ കുറെ ആൾക്കാരെ ചേർക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഒരു ബിസിനസ് വിപുലീകരിക്കണമെന്ന് ആഗ്രഹിക്കുക, കുറെ സ്റ്റാഫുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വിപുലീകരിച്ച് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ശനിയുടെ വക്രഗതി അഷ്ടമശനി ഉണ്ടെങ്കിലും അത് നല്ലതായിട്ടാണ് പറയുന്നത് ജ്യോതിശാസ്ത്ര പ്രകാരം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അഷ്ടമശനി നടക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ നീരാഞ്ജനം വിളക്ക് ഒഴിവാക്കരുത് എന്ന് പ്രധാനമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സർവദോഷ ദുരിതങ്ങളും പ്രയാസങ്ങളും വിട്ടൊഴിഞ്ഞു മാറുന്നതിനും അരിഷ്ടതകൾ മാറുന്നതിനും ദേഹാരിഷ്ടതകളൊക്കെ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം വിളക്ക്, ഹനുമാൻ സ്വാമി പൂജ, വിഷ്ണു ഭജനം എന്നിവ ചെയ്യണം. കാരണം വ്യാഴം കൂടെ 12-ലാണ്. ആ കാര്യം കൂടെ പറയാൻ പോയാൽ ഒരുപാട് സമയം നീണ്ടുപോകുന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതുള്ളോട്ട് പോകാത്തത്. അടുത്തത് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധി. കന്നിക്കൂറുകാർക്ക് ആരാണ് ശനി? 5-ാം ഭാവത്തിന്റെയും 6-ാം ഭാവത്തിന്റെയും അധിപനാണ് ശനി. എവിടെ നിൽക്കുന്നു? നേരെ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് മനസ്സിലാക്കുക. 5-ാം ഭാവം മനസ്സിന്റെ സ്ഥാനം, സന്താനത്തിന്റെ സ്ഥാനം, 6-ാം സ്ഥാനം രോഗസ്ഥാനം, ശത്രുസ്ഥാനം. നിൽക്കുന്നത് എവിടെ? ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം. ഇതൊക്കെ പറഞ്ഞ് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറേ സമയം എടുക്കും. ഇത് മുന്നിലുള്ള വീഡിയോകളിലെല്ലാം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കിടക്കാത്തത്. ഓരോ സ്ഥാനവും നമ്മളുടെ ജാതക പ്രകാരം 12 ഭാവങ്ങളാണ് ഈ കാണുന്നത്. 12 കളങ്ങൾ, 12 ഭാവങ്ങളാണ്. അപ്പൊ നമ്മുടെ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഓരോരുത്തരുടെയും കാര്യം പറയുന്നുണ്ട്. കന്നിക്കൂറിൽ വരുന്ന ആര? ഉത്തരത്തിന്റെ മുക്കാല്, അത്തം, ചിത്തിരര. അതുകൊണ്ട് അത്തം ഇവിടെ വരുന്നുണ്ട്, ചിത്തിര ഇവിടെ വരുന്നുണ്ട്. അപ്പം ഉത്തരം ഇവിടെ വരുന്നുണ്ട്. ഉത്തരത്തിന്റെ മുക്കാല്, അത്തം, ചിത്തിര അരയ്ക്കും. അപ്പൊ ഗുണദോഷ സമ്മിശ്ര ഫലസിദ്ധിയാണ് പറയുന്നത്. അപ്പൊ കന്നിക്കൂറുകാർക്ക് ശനി ആരാണ്? 5-ാം ഭാവത്തിന്റെ 6-ാം ഭാവത്തിന്റെ അധിപൻ. 5 കൊണ്ട് മനസ്സുകൊണ്ടും സന്താനം കൊണ്ടും ചിന്തിക്കണം, രോഗത്തെ കൊണ്ടും ശത്രുവിനെ കൊണ്ടും ചിന്തിക്കണം. നിൽക്കുന്ന ഭാവം എടാ? 7-ാം ഭാവം, ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം. അപ്പൊ നിലവിൽ എന്തുണ്ട്? കണ്ടകശിനി ഉണ്ട്. നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ആർക്കൊക്കെ ആ ശനിയുടെ കണ്ടകശിനി, 7 കണ്ടകാലശനി, ജന്മശനി എന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പറയാം. അവിട്ടത്തര ചതയ പൂരുട്ടാതി മുക്കാല് നക്ഷത്രക്കാർക്ക് 7 കണ്ടകാലശനി എഴുതി വെക്കുക. ഉത്തരട്ടാതികാല്, പൂരുട്ടാതികാല്, ഉത്തരട്ടാതി രേവതി, കണ്ടകശനി, ജന്മശനി, 7 കണ്ടകാലശനി. അശ്വതി, ഭരണി, കാർത്തിക കാല് നക്ഷത്രക്കാർക്ക് 7 കണ്ടകാലശനി. മകീരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് കണ്ടകശനി. മകം, പൂർ, ഉത്തരത്തിന്റെ കാലുകാർക്ക് അഷ്ടമശനി. ഉത്തരത്തിന്റെ മുക്കാല്, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് കണ്ടകശനി. മൂലം, പൂരാട്, ഉത്തരാടത്തിന്റെ കാലുകാർക്ക് കണ്ടകശനി. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് കന്നിക്കൂറുകാർക്കാണ്. അപ്പം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റിയ സമയമാണെന്നും പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും ജോലി ചെയ്യുന്നവർക്ക് ഒരു പ്രമോഷൻ, സാമ്പത്തിക ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും ശമ്പള വർധനമൊക്കെ ഉണ്ടാകുമെന്നും ധനകാര്യങ്ങളിൽ സ്ഥിരത കൈവരുമെന്നും കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുമെന്നും വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷ എഴുതുന്നവർക്കും കൂടുതൽ പരിശ്രമം ഉണ്ടായി അവർക്ക് അതിൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നും ഈ കാലഘട്ടത്തിൽ ക്ഷമയും അച്ചടക്കവും പാലിക്കുന്നവർക്ക് ശനിയുടെ അനുഗ്രഹം കൂടുതലായിട്ട് വന്നു ചേരുമെന്നും കാണുന്നുണ്ട്. കണ്ടകശനി ഉള്ളതിനാൽ നീരാഞ്ജനം വിളക്ക്, എള്ളെണ്ണ വിളക്ക്, എള്ളെണ്ണ അഭിഷേകങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നല്ലതായിരിക്കും. നാഗദൈവ പ്രീതി, മഹാവിഷ്ണു ഭജനങ്ങളൊക്കെ ചെയ്യുക. ഭദ്രകാളി ദേവി പൂജകൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഗണപതി ഹോമം ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കുമെന്ന് കന്നിക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നുണ്ട്. അപ്പൊ കന്നിക്കൂറിന്റെ അധിപൻ ബുധൻ കൂടി ആയതിനാൽ നിങ്ങൾ വിഷ്ണു പൂജ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. അടുത്തതായിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടെ എഴുതി വെച്ചേക്ക് നോക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശനിയുടെ രാശിമാറ്റം കൊണ്ട് ബാധിക്കുന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. തൊഴിൽ സംബന്ധമായിട്ടുള്ളത് ധനസ്ഥിതി, കുടുംബം, ആരോഗ്യം, വിവാഹം, വിദ്യാഭ്യാസം, കോടതി, ഭൂമി, വായ്പ, ആത്മീയ ജീവിതം. ഇത്രയും ഭാവങ്ങളിലേക്കാണ് ശനിയുടെ ഇപ്പോഴത്തെ വക്രഗതിയുടെ മാറ്റം വരുന്നത്. അപ്പോ തുലാക്കൂറുകാർ ആരൊക്കെയാ വരുന്നത്? ചിത്തിരയും ചോതിയും വിശാഖത്തിന്റെ മുക്കാലിൽ വരുന്ന തുലാക്കൂറുകാർക്ക് എന്താണ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ചിത്തിര ഇവിടെ വരും, ചിത്തിര. പിന്നെ ചോതി എവിടെ വരും? ചോതിത ഇവിടെ വരും. ചിത്തിരയും ചോതിയും വിശാഖം ഇവിടെ വരും. അപ്പം ചോതിയും വിശാഖത്തിനും വളരെയധികം അനുകൂല ഫലവും ചിത്തിരയ്ക്ക് ഗുണദോഷ സമ്മിശ്ര ഫലവുമാണ് ഇപ്പോഴത്തെ രാശിമാറ്റം. ശനി നിങ്ങൾക്ക് ആരാണ്? നേരത്തെ ഈ ഇടവക്കൂറുകാർക്ക് പറഞ്ഞതുപോലെ തന്നെ യോഗകാരകൻ കൂടിയാണ് ശനി. അതുകൊണ്ട് ശനി ഗ്രഹത്തെ ഒരു കാരണവശാലും ദോഷം ബാധിക്കാത്ത ഒരേ ഒരു നക്ഷത്രക്കാർ ആരൊക്കെയാണ്? ഈ ഇടവക്കൂറിൽ വരുന്നവരും തുലാക്കൂറിൽ വരുന്നവർക്കും ശനിദോഷം ബാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോ നമുക്ക് തുലാക്കൂറിൽ വരുന്നവർക്ക്
കുടുംബ ജീവിതത്തിൽ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം അനുകൂലമായിട്ടുള്ള ഭാവം വന്നു ചേരും. ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്റെ കാര്യങ്ങൾ നടക്കും. ഭൂമി വിൽപ്പന ഇവിടെ പറയുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ട് കേസ് വഴക്കുകളിൽ നിന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കേസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം അത് അനുകൂലമായിട്ട് വരും. അത് ഏത് കേസായിക്കോട്ടെ അതെല്ലാം വരും. വീട്, ഭൂമി, വാഹനം, സ്വർണം എന്നിവയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും തീർപ്പാക്കാനുള്ള സാധ്യത വളരെയധികം കാണുന്നുണ്ട്. ചില മംഗല്യം കഴിച്ച ആളുകൾക്കൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അനുകൂലമായിട്ട് വരും. ബാക്കിയുള്ളവർക്ക് അതില്ലെങ്കിൽ പോലും ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു സ്വർണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ കോടതിയിലുണ്ട്. അതൊക്കെ നമ്മൾ അതിനോട് കിടക്കുന്നില്ല. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർപ്പാകുമെന്നും തൊഴിൽ രംഗത്ത് നേട്ടം ഉണ്ടാകുമെന്നും കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുമെന്നും ക്ഷമയോടുകൂടി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സാമ്പത്തികമായിട്ടുള്ള വരുമാനം സ്ഥിരത കൈവരിക്കുമെന്നും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണമെന്നും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസാരത്തിൽ ശ്രദ്ധ നേടണമെന്നും ആരോഗ്യപരമായി നടുവേദന, മുട്ടുവേദന, ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നും അത് അവഗണിക്കരുമെന്നും തുലാക്കൂറുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഫലസിദ്ധി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നേരെ വൃശ്ചികക്കൂറിലേക്കാണ് വരുന്നത്. വൃശ്ചികക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാര് ചിത്തിര, അര, ചോതി, വിശാഖത്തിന്റെ പറഞ്ഞു. വിശാഖത്തിന്റെ കാല് അനിഴവും തൃക്കേട്ടയും നക്ഷത്രക്കാരാണ് എവിടെ വരുന്നത്? വൃശ്ചികക്കൂറിൽ വരുന്നത്. അപ്പൊ വൃശ്ചികക്കൂറുകാർക്ക് ആരാണ് ശനി? 3-ാം ഭാവത്തിന്റെയും 4-ാം ഭാവത്തിന്റെയും അധിപനാണ് ആര്? ശനി എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ കാലഘട്ടം ധൈര്യം, ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നും മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും വീണ്ടും സജീവമായിട്ട് മുന്നോട്ട് പോകുമെന്നും ആരോഗ്യരംഗത്തും തൊഴിൽ രംഗത്തും ഒക്കെ നമുക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, തൊഴിൽ രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള തൊഴില്, നേഴ്സിംഗ്, ആരോഗ്യപരമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. നേഴ്സിംഗിന് വേണ്ടിയിട്ട് വിദേശത്തൊക്കെ പോകാൻ നിൽക്കുന്നവര്, അതുപോലെ ഡോക്ടേഴ്സിനൊക്കെ വളരെ പുതിയ അവസരം വന്നു ചേരുമെന്നും മെഡിക്കൽ റെപ്പ് അല്ലെങ്കിൽ പുതിയ മരുന്നുകളുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവർക്കെല്ലാം പുതിയ അവസരം വന്നു ചേരുമെന്നും ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരും. കരാറിൽ ഏർപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ബിസിനസ്സുകാർക്കൊക്കെ ഗുണമാണെന്നും സഹോദരങ്ങളുമായി, സുഹൃത്തുക്കളുമായി നല്ല സഹകരണം ഉണ്ടാകുമെന്നും സാമ്പത്തിക ഇടപാടുകളിൽ രേഖകൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്നും ആരോഗ്യം പൊതുവെ അനുകൂലമായിരിക്കുമെന്നും വൃശ്ചികക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ധനുക്കൂറിലേക്ക് പോകുന്നു. വൃശ്ചികക്കൂറുകാരുടെ ദോഷപരിഹാരമായിട്ട് കുടുംബപരദേവതാ പ്രീതി വരുത്തുകയും അതുപോലെ തന്നെ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം നിവേദ്യം നടത്തുക, ലക്ഷ്മി നാരായണ മന്ത്ര അർച്ചന നടത്തുക, അതുപോലെ തന്നെ മഹാലക്ഷ്മി ദേവി ഭജനം ചെയ്യുക എന്നുള്ളതാണ് വൃശ്ചികക്കൂറുകാരുടെ ദോഷഫലസിദ്ധി പറയുന്നത്. അതുപോലെ തന്നെ ധനുക്കൂറുകാർക്ക് വരുന്നത്, ധനുക്കൂറുകാർക്ക് ഇപ്പം ആരാണ്? 2-ാം ഭാവം, ധനത്തിന്റെ അധിപനും കുടുംബത്തിന്റെ അധിപനും ഇളയ സഹോദര സ്ഥാനം വരുന്ന 3-ാം ഭാവത്തിന്റെ അധിപനായിട്ടുള്ള ശനി 4-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ കണ്ടകശനി ഉണ്ടെന്നും മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാല് വരുന്ന നക്ഷത്രക്കാരാണ് ഇവിടെ വരുന്നത്. അപ്പൊ മൂലം, പൂരാടം ഇവിടെ വരുന്നു, ഉത്രാടം. അപ്പം അവർക്ക് ഇച്ചിരി ദോഷമാണെന്നാണ് കാണിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം. എങ്കിലും നിങ്ങൾക്ക് ജാതകപരമായിട്ട് ഇപ്പൊ വ്യാഴം കൂടി ഒരു അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ശനി വക്രത്തിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സൂക്ഷ്മത പുലർത്തണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അനുകൂല ഘടകമായിട്ട് ബുധന്റെ ഒരു സ്ഥിതിയൊക്കെ വരുന്നുള്ള ഒരു രാശി കറക്റ്റ് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഫലസിദ്ധി കൊണ്ട് നമുക്ക് ധനുക്കൂറുകാർക്ക് വരുന്ന ഒരു ഫലസിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുമെന്നുള്ള ദോഷഫലം ആദ്യം തന്നെ പറയുന്നുണ്ട്. ഒരു പാഠം പഠിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കാര്യമായിട്ട്. അതുപോലെ തന്നെ വരുമാനം വർദ്ധിക്കാനുള്ള സാധ്യതകളുണ്ടെങ്കിലും അതിൻ്റെ മുന്നോട്ടുള്ള ചെലവുകൾ വർദ്ധിച്ചു വരുമെന്നും ബഡ്ജറ്റുകൾ തയ്യാറാക്കി സൂക്ഷ്മതയോടുകൂടി, ഇപ്പോൾ വീടൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊക്കെ ചുരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഡിസംബർ കഴിയട്ടെ നമുക്ക് മകരമാസത്തോടുകൂടിയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരുടെ ശകാരം വന്നു ചേരാനുള്ള സാധ്യതയുണ്ടെന്നും കുടുംബത്തിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും അവർക്ക് അലസത, മടി, ക്ഷീണം പോലുള്ള കാര്യങ്ങൾ വന്നു ചേരുമെന്നും അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളൊക്കെ ആലോചിച്ച് മാത്രം നടത്താനും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ധനുക്കൂറുകാര് ഒന്ന് ശ്രദ്ധ പുലർത്തണം. കണ്ടകശിനിയുണ്ട്, നീരാഞ്ജനം വിളക്ക് കത്തിക്കുക, എള്ളുപായസം വഴിപാട് നടത്തുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക, മഹാവിഷ്ണു ഭജനം ചെയ്യുക, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെയ്യുക, ശിവപൂജകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പൊതുവെ പറയാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മകരക്കൂറിൽ ആരൊക്കെയാണ് വരുന്നത്? ഉത്രാടത്തിന്റെ മുക്കാലും തിരുവോണം ഔട്ടത്തര വരുന്നവർക്ക് ഉത്രാടത്തിന്റെ മുക്കാൽ, ഉത്രാടം ഇവിടെ വരുന്നുണ്ട്, ഇതിനകത്ത് ഉത്രാടം ഇവിടെ വരുന്നുണ്ട്. അതപ്പം അവർക്ക് ദോഷമുണ്ട്. തിരുവോണം ദോഷമുണ്ട്, അവിട്ടം ദോഷമുണ്ട്. അപ്പം അവർക്ക് ദോഷമാണ് കാണിക്കുന്നത്. ഉത്രാടത്തിന്റെ മുക്കാല്, തിരുവോണം ഔട്ടത്തിന്റെ അര. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വ്യാഴത്തിന്റെ ഒരു കവറേജ് ഉള്ളതുണ്ട്. ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, വ്യാഴം ഇവിടെ ഉണ്ട്. ആള് അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട വിഷയമില്ല. ശനിയുടെ വക്രം നമുക്ക് ദോഷത്തിലേക്കാണ് കാണിക്കുന്നതെങ്കിലും വ്യാഴത്തിന്റെ ഒരു
എന്താ പറയുന്നത്, ആനുകൂല്യം നിങ്ങൾക്കുള്ള സമയമാണ്. അതിനാൽ മകരക്കൂറുകാർക്ക് ശനി സ്വന്തം സ്വക്ഷേത്രത്തിന്റെ അധിപനും കൂടിയാണ്. നിങ്ങളുടെ സ്വന്തം ആളാണ് ശനി. അപ്പം നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ എന്ന് പറയത്തില്ലയോ, അപ്പം അവിട്ടത്തര ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തര വരുന്നു. ഉത്രാടത്തിന്റെ മുക്കാല് തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്കും അവിട്ടത്തിന്റെ അര ചതയം പൂരിട്ടാതി മുക്കാല് വരുന്ന ഇത്രയും ആളുകൾ മനസ്സിലാക്കണം, നിങ്ങളുടെ രാശിയുടെ അധിപനും കൂടിയാണ് ശനി. നിങ്ങൾക്ക് കൂടുതൽ ആത്മപരിശോധനയ്ക്കുള്ള ഒരു സമയം കിട്ടുമെന്നും ജീവിതത്തിൽ പ്രധാന തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കണമെന്നും, ഇപ്പോൾ പല കാര്യങ്ങൾ കല്യാണമൊക്കെ ചെയ്യാൻ പോവുക, ഒരു വീട് പണിയാൻ പോവുക, ഒരു വാഹനം എടുക്കാൻ പോവുക, ഇലക്ട്രിക് വാഹനമൊക്കെ എടുക്കാൻ പോവുക. ഇപ്പോൾ ഇലക്ട്രിക് വാഹനമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, ആ വണ്ടി നമ്മളോടൊപ്പം തന്നെ മണ്ണടിയേണ്ടതായിട്ടുള്ള അവസ്ഥയാണ്. കാരണം സെക്കൻഡ് ഹാൻഡ് എടുക്കുന്നവർക്കൊന്നും അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധ ചെയ്യണം. ഒരു വീട് വെക്കാനുള്ള കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഒരു വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ എല്ലാം ഒന്ന് ശ്രദ്ധ വരുത്തണമെന്നും, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വശങ്ങളും പരിശോധിക്കണം. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റത്തിനും പുതിയ ഉത്തരവാദിത്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും, കുടുംബത്തിൽ ഐക്യം നിലനിർത്താനുള്ള ക്ഷമ നിങ്ങൾ കൈവരിക്കണമെന്നും, ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും, കൂടാതെ എല്ലുകൾക്കും അതുപോലെ തന്നെ സന്ധികൾ വേദനകൾക്കും അതുപോലെ തന്നെ ഉറക്കക്കുറവ് എന്നിവ വന്നു ചേരാനുള്ള ഒരു സമയമാണെന്നും മകരക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ദോഷഫലമാണ് കാണിക്കുന്നത്. അടുത്തതായിട്ട് നിങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശനി ഭഗവാന് വേണ്ടിയിട്ട് നീരാഞ്ജന വിളക്ക്, ശനീശ്വര മന്ത്രം, അതിന് ശനീശ്വര സ്തോത്രമൊക്കെയാണ്. ഓം നീരാഞ്ജന സമാഭാസം രവിപുത്രനാഗ്രജം ഛായ അമർത്താട സംഭൂതം തന്നമാമി ശനീശ്വരം എന്ന് പറയുന്ന ശനി മന്ത്രം ജപിക്കുക. അതുപോലെ തന്നെ ഓം കാകധ്വജായ ഗർഗഹസ്തായ ജിമിഹി തന്നോമന്ത പ്രചോദയാത് എന്ന് പറയുന്ന ഗായത്രി ഉണ്ട്, ശനി ഗായത്രി. അപ്പൊ അതൊക്കെ ജപിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നുണ്ട്. മകരം കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് കുംഭൻ രാശിയിലേക്കാണ്. കുംഭൻ രാശിക്കാരൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ജാതക പ്രകാരവും ശനി നിങ്ങൾക്ക് സ്വക്ഷേത്രാധിപനാണ്, ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ശനി ഇവിടെ വരുന്ന അവിട്ടത്തിന്റെ അര ചതയം പൂരിട്ടാതി, അവിട്ടത്തിന്റെ അര എവിടെ വരുന്നു, എവിടെ വരുന്നുണ്ട്, ചതയം എവിടെ വരുന്നു, ഇവിടെ വരുന്നുണ്ട്. അവിട്ടത്തര ചതയം പൂരിട്ടാതി അവിടെ വരുന്നത്, ഫസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഗുണമായിട്ടാണ് പൂരിട്ടാതിക്കും അവിട്ടത്തരയും ചതയക്കാർക്കും കുറച്ച് ദോഷ സമയവും കുംഭൻ രാശിക്കാർക്ക് പറയുന്നുണ്ട്. അപ്പം ഈ കാലഘട്ടം പഴയ പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള അവസരം വന്നു ചേരുമെന്നും, വിദേശ ബന്ധമുള്ള ജോലികൾ അനുകൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ അതിന് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണെന്നും, ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുമെന്നും, സാമ്പത്തിക സ്ഥിരത കൈവരുമെന്നും, പുതിയ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും, എന്നാൽ നിക്ഷേപങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ അത് വിദഗ്ധരുടെ അഭിപ്രായമൊക്കെ തേടിയിട്ട് മാത്രമേ നിക്ഷേപം നടത്താവുള്ളൂ. അത് വാഹനം എടുക്കുന്ന പോലെയും ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്ന പോലെയും FD ഇടുന്നതിനും എല്ലാം ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. നിക്ഷേപം എന്ന് പറയുമ്പോൾ കുറെ കാശ് കയ്യിലിരിക്കുന്നതുകൊണ്ട് ബാങ്കിൽ ഇടുന്നത് മാത്രമല്ല നിക്ഷേപം എന്ന് പറയുന്നത്. നമ്മളൊരു വാഹനം എടുക്കുന്ന ഒരു നിക്ഷേപം പോലെയാണ്, ഒരു വീട് വെക്കുന്ന ഒരു നിക്ഷേപം പോലെയാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു നിക്ഷേപം പോലെയാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ടിടുക, ഇങ്ങോട്ട് എന്ത് കിട്ടുമെന്നുള്ളൊരു ഉറപ്പില്ല, നമുക്ക് ചെയ്തു പോവുക. അപ്പം നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് നല്ലതാണെന്നും, ആരോഗ്യപരമായിട്ട് വിശ്രമത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും നമുക്ക് കുംഭക്കൂറുകാരനെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും കൂറുകാരുടെ ഫലസിദ്ധി നമ്മൾ പൂർണ്ണമായിട്ടും ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം നമുക്ക് ശനിയുടെ ഒരു രാശിമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നേരത്തെ ശനി പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ശനി, ശിവൻ, ഹനുമാൻ, ശാസ്താവ്, അയ്യപ്പൻ, ഗണപതി ഇങ്ങനെയുള്ള ദേവതകൾക്ക് പൂജകൾ ചെയ്ത് പ്രാർത്ഥന ചെയ്താൽ നമുക്ക് ശനിദോഷങ്ങളൊക്കെ മാറുമെന്നും, മീനം മുതൽ കുംഭം വരെയുള്ള എല്ലാവരുടെയും രാശി, മേടം മുതലാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ പറഞ്ഞു വന്നത് ശനി ഇവിടെ നിൽക്കുന്നുണ്ട്, മീനം മുതൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് വളരെയധികം നല്ലതായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.